You have learned about acids and alkalis in the previous classes. How can we identify them using litmus paper? വിനാഗിരി, ചുണ്ണാമ്പ് വെള്ളം, സോപ്പ് ലായനി, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇവയെ നമുക്ക് ലിറ്റ്മസ് ഉപയോഗിച്ച് പരിശോധിച്ച് നോക്കാം. വിനീഗർ ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. വിനാഗിരി നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നതുകൊണ്ട് ആസിഡ് സ്വഭാവമാണ് കാണിക്കുന്നത്. ലൈം വാട്ടർ ടേൺസ് റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നതുകൊണ്ട് ആൽക്കലി സ്വഭാവമാണ് കാണിക്കുന്നത്. അതുപോലെ സോപ്പ് സൊല്യൂഷൻ ടേൺസ് റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നതുകൊണ്ട് ആൽക്കലി സ്വഭാവമാണ് കാണിക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നതുകൊണ്ട് ആസിഡ് സ്വഭാവമാണ് കാണിക്കുന്നത്. ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം സിങ്ക് തരികളെടുത്ത് അതിലേക്ക് അല്പം ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു നോക്കാം. രാസപ്രവർത്തന ഫലമായി ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാകുന്നത്. ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗത്ത് കത്തുന്ന ഒരു തീക്കൊള്ളി കാണിച്ചാൽ അത് പൊട്ടൽ ശബ്ദത്തോടുകൂടി കത്തുന്നു കാണാം. ഇതിൽ നിന്നും ഉണ്ടായത് ഹൈഡ്രജൻ ആണെന്ന് നമുക്ക് ഉറപ്പാക്കാം. ആസിഡ്സ് റിയാക്ട് വിത്ത് റിയാക്റ്റീവ് മെറ്റൽസ് ടു ഫോം ഹൈഡ്രജൻ ഗ്യാസ്. Zn plus 2HCl gives ZnCl2 plus H2. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ബോയിലിംഗ് ട്യൂബിൽ അല്പം കാൽസ്യം കാർബണേറ്റ് മാർബിൾ കഷ്ണങ്ങൾ എടുത്ത് തിസിൽ ഫണലിലൂടെ അല്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. പുറത്തു വരുന്ന വാതകത്തെ ടെസ്റ്റ് ട്യൂബിലെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിടുമ്പോൾ അത് പാൽനിറമായി മാറുന്നതായി കാണാം. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണെന്ന് നമുക്കറിയാം. കാർബൺ ഡയോക്സൈഡ് ടേൺസ് ലൈം വാട്ടർ മിൽക്കി. വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് കാർബണേറ്റ്സ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഈസ് ലിബറേറ്റഡ്. ഇന്നും ആസിഡുകൾക്ക് യോജിച്ചവയാണ് നാം ടിക്ക് ചെയ്തിരിക്കുന്നത്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. കാർബണേറ്റുകളുമായി പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുന്നു. മാഗ്നീഷ്യം, സിങ്ക് തുടങ്ങിയ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാകുന്നു. പുളിരുചിയുണ്ട്. ആസിഡ്, നൈട്രിക് ആസിഡ്, കാർബോണിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ഇവയുടെ കെമിക്കൽ ഫോർമുല എഴുതിയിരിക്കുന്നു, ശ്രദ്ധിക്കൂ. ഇവയിലെല്ലാം പൊതുവായി കാണുന്ന ഘടകം ഏതാണ്? ആസിഡുകളുടെ പൊതുഗുണങ്ങൾക്ക് കാരണം അവയിലുള്ള ഹൈഡ്രജനാണ്. ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഇൻ ആൻ അക്വസ് സൊല്യൂഷൻ. H+ അയോണുകൾക്ക് സ്ഥിരതയില്ലാത്തതിനാൽ ഇവ H2O തന്മാത്രകളുമായി ചേർന്ന് ഹൈഡ്രോണിയം അയോൺ ഉണ്ടാക്കുന്നു. ഹൈഡ്രജൻ അയോൺസ് കമ്പൈൻ വിത്ത് H2O മോളിക്യൂൾസ് ടു ഫോം ഹൈഡ്രോണിയം അയോൺസ്. പുളിരുചിയുള്ള എല്ലാ വസ്തുക്കളിലും ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. നാരങ്ങാനീര്, മോര്, പുളി, വിനാഗിരി ഇവയിലുള്ള ആസിഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ ലൈം ജ്യൂസ് സിട്രിക് ആസിഡ്, കേർഡ് ലാക്റ്റിക് ആസിഡ്, ടെമറിൻ ടാർട്ടാറിക് ആസിഡ് ആൻഡ് വിനീഗർ അസറ്റിക് ആസിഡ്. ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ബേസികത. ബേസികത 1 ആണെങ്കിൽ അതിനെ ഏകബേസിക് ആസിഡ് എന്നാണ് പറയുന്നത്. നമ്പർ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ദാറ്റ് ക്യാൻ ബി ഡൊണേറ്റഡ് ബൈ 1 molecule of an acid is its basicity. If the basicity is 1, it is called monobasic acid. Hydrochloric acid and nitric acid are monobasic acids. HCl ഉം HNO3 ഉം ഏകബേസിക് ആസിഡുകളാണ്. If the basicity is 2, it is a dibasic acid. ഒരു ആസിഡിന്റെ ബേസികത 2 ആണെങ്കിൽ അതിനെ ദ്വിബേസിക് ആസിഡ് എന്നാണ് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡ്, സൾഫ്യൂറസ് ആസിഡ്, കാർബോണിക് ആസിഡ് ഇവയെല്ലാം ദ്വിബേസിക് ആസിഡുകളാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ അയനീകരണം നോക്കൂ. ഡൈസൾഫേറ്റ് അയോൺ, സൾഫേറ്റ് അയോൺ എന്നിങ്ങനെ 2 തരം അയോണുകൾ ഉണ്ടാകുന്നു. ഒരു ആസിഡിന്റെ ബേസികത 3 ആണെങ്കിൽ അതിനെ ത്രിബേസിക് ആസിഡ് എന്ന് പറയുന്നു. If the basicity is 3, the acid is called tribasic acid. ഫോസ്ഫോറിക് ആസിഡ് ഒരു ട്രൈബേസിക് ആസിഡ് ആണ്.
H3PO4-ൽ 3 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് അത് ത്രിബേസിക് ആസിഡാണ്. കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് എന്നിവ അലോഹ ഓക്സൈഡുകളാണ്. ഇവ ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങൾ ആസിഡ് ഗുണം കാണിക്കുന്നു. ഇൻ ഇൻഡസ്ട്രിയൽ ഏരിയാസ്, SO2 and NO2 reach the atmosphere in larger amounts. These gases dissolve in rainwater and reach the soil as acids. This is known as acid rain. സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് ഇവ മഴവെള്ളത്തിൽ ലയിച്ച് ആസിഡായി മാറുമ്പോഴാണ് ആസിഡ് റെയിൻ ഉണ്ടാകുന്നത്. ഈ അമ്ലമഴ എന്തെല്ലാം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്? ഇലകളെ നശിപ്പിക്കുന്നത് കാരണം പ്രകാശ സംശ്ലേഷണത്തിലൂടെ അന്നജം നിർമ്മിക്കാനുള്ള കഴിവ് സസ്യങ്ങൾക്ക് ഇല്ലാതെയാകുന്നു. ഒരു ഭൂപ്രദേശത്തെ ഹരിതാഭമല്ലാതാക്കുന്നു. മത്സ്യങ്ങളുടെയും പവിഴപ്പുറ്റുകളുടെയും നാശത്തിന് കാരണമാകുന്നു. Plants lose their ability to produce carbohydrates through photosynthesis as their leaves are destroyed. Destroys the greenery of a region. It causes the death and destruction of fish and corals. What measures are to be taken against the environmental issues caused by acid rain? Reduce the excessive use of fossil fuels. Before using fossil fuels, remove sulfur compounds from them as far as possible. ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കുക. ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് അവയിലെ സൾഫർ സംയുക്തങ്ങൾ പരമാവധി നീക്കം ചെയ്യും. താഴെ കൊടുത്തിരിക്കുന്ന ആസിഡുകളിൽ ഏകബേസിക് ആസിഡ്, ത്രിബേസിക് ആസിഡ്, ത്രിബേസിക് ആസിഡ് ഇവ കണ്ടെത്തുക.